ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് 6ാം ക്ലാസ്സിലെ 3rd ചാപ്റ്റർ ആയിരുന്നു. അതിലെ ആദ്യത്തെ 2 വീഡിയോസ് കാണാത്ത കൂട്ടുകാർ ആ ക്ലാസ്സസ് കണ്ട ശേഷം ഇന്നത്തെ ക്ലാസ് ഫോളോ ചെയ്യുക. അപ്പോൾ ട്യൂഷനൊന്നും പോകാൻ പറ്റാത്ത ഒത്തിരി മക്കളുണ്ടാവും. അവർക്ക് വേണ്ടിയാണ് നമ്മുടെ ചാനലിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത്. എല്ലാ കൂട്ടുകാരും ക്ലാസ്സസ് ഫോളോ ചെയ്യുക, ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലോട്ട് കിടക്കാം. നമ്മളിത് നോക്കുന്നത് പേജ് നമ്പർ 57 ഫിഗർ ഇറ്റ് ഔട്ട് ക്വസ്റ്റ്യൻസ് ആണ്. അതിൽ ഫസ്റ്റ് വൺ, കളർ ഓർ മാർക്ക് ദ സൂപ്പർ സെൽസ് ഇൻ ദ ടേബിൾ ബിലോ. അതായത് ഈ തന്നിട്ടുള്ള നമ്പേഴ്സിൽ സൂപ്പർ സെൽസ് കളർ ചെയ്യാനാണ് പറയുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസം സൂപ്പർ സെൽ എന്താണെന്ന് പഠിച്ചിട്ടുണ്ട്. സൂപ്പർ സെൽ എന്താണ്? സൂപ്പർ സെൽ എന്ന് പറഞ്ഞാൽ അതിന്റെ നൈബറിംഗ് സെൽസിനെക്കാളും വലിയ നമ്പർ ആയിരിക്കും സൂപ്പർ സെല്ലിൽ വരുന്നത്, അല്ലേ? അപ്പൊ നമുക്ക് ഇതിൽ ഏതൊക്കെയാണ് സൂപ്പർ സെൽസ് എന്ന് ചെക്ക് ചെയ്യാം. ഫസ്റ്റ് വൺ 6828. ഈ നമ്പർ സൂപ്പർ സെൽ ആവണമെങ്കിൽ അതിന്റെ തൊട്ടടുത്ത നമ്പറിനേക്കാളും വലിയ നമ്പർ ആയിരിക്കും. അപ്പോൾ തൊട്ടടുത്തുള്ളത് 670 ആണ്. അപ്പോൾ ഇത് സൂപ്പർ സെൽ ആണല്ലോ. അപ്പോൾ ഞാൻ ഇതിനെ മാർക്ക് ചെയ്യുകയാണ്. ഓക്കെ, അടുത്ത നമ്പർ നോക്കാം. 9435. അതിന്റെ രണ്ട് സൈഡിലുള്ള നമ്പേഴ്സ് നമ്മൾ ചെക്ക് ചെയ്യുക. ഇവിടെ 670 ആണ്, ഇവിടെ 3780 ആണ്. അപ്പോൾ ഈ രണ്ട് നമ്പറിനേക്കാളും 9435 വലുതായതുകൊണ്ട് നമ്മൾ അതിനെ മാർക്ക് ചെയ്യാം. ഇതെന്ന് പറയുന്നത് ഒരു സൂപ്പർ സെല്ലാണ്, അല്ലേ? ദെൻ നെക്സ്റ്റ് നോക്കാം. 3780. ഈ നമ്പർ സൂപ്പർ സെൽ ആവോ? ഇതിന് അടുത്തുള്ള നമ്പർ 3708 ആണ്. ബട്ട് ഈ 9435 വലുതാണല്ലോ. അപ്പൊ ഇത് എന്താവില്ല, ഒരിക്കലും സൂപ്പർ സെൽ ആവില്ല. കാരണം നൈബറിംഗ് സെല്ല് രണ്ട് സൈഡിൽ വരുന്ന നമ്പേഴ്സ് വലുതായിരിക്കണം. അടുത്ത് നോക്കാം. 7308. അതിന്റെ നൈബറിംഗ് സെൽസ് 3708ഉം 8000 ആണ്. അപ്പൊ രണ്ട് സൈഡും, ഒരു സൈഡ് സ്മോളും ആണ്, ഒരു സൈഡ് ലാർജും ആണ്. അങ്ങനെ വന്നാലും സൂപ്പർ സെൽ ആവില്ല. 8000 നോക്കാം. അവിടെ നൈബറിംഗ് സെൽസ് ഫസ്റ്റ് വൺ 7308ഉം 5583 ആണ്. അപ്പോൾ ഈ രണ്ട് നമ്പേഴ്സിനേക്കാളും വലുതാണ് 8000 എന്ന് പറയുന്നത്. അപ്പോൾ 8000 എന്ന് പറയുന്നത് ഒരു സൂപ്പർ സെല്ലാണ്. ഞാൻ അതും മാർക്ക് ചെയ്തു. ഓക്കെ, ഇനി ഇവിടെ ഏതെങ്കിലും സൂപ്പർ സെൽസ് ഉണ്ടോ? ഇല്ല. അപ്പൊ നമുക്ക് എന്ത് പറയാം? 6828, 9435 ആൻഡ് 8000. ഇത്രയും നമ്പേഴ്സ് ആണ് എന്ത് പറയുന്നത്, സൂപ്പർ സെൽസ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Fill the table below with only 4-digit numbers such that the super cells are exactly the colored cells. അപ്പോൾ എന്താണ് ഇവിടെ സൂപ്പർ സെൽസ് കൊടുത്തിട്ടുണ്ട്, അല്ലെ? ഈ ഗ്രീൻ കളർ കൊടുത്തിട്ടുള്ളതാണ് സൂപ്പർ സെൽസ്. അപ്പോൾ അവിടെ നമുക്ക് നമ്പേഴ്സ് കൊടുക്കണം. അപ്പോൾ നമ്പേഴ്സ് കൊടുക്കുമ്പോൾ കൂട്ടുകാർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സൂപ്പർ സെല്ലിനകത്ത് എഴുതുന്ന നമ്പർ നൈബറിംഗ് സെല്ലിനേക്കാളും വലുതായിരിക്കണം. അത്രയും മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് എങ്ങനെ നമ്പേഴ്സ് കൊടുക്കാം? ഇവിടെ 5346. ഇവിടത്തെ നമ്പർ ഇല്ല. അപ്പൊ ഈ രണ്ട് നമ്പറിനേക്കാളും വലിയ നമ്പർ ആയിരിക്കണം ഈ ഗ്രീൻ കളർ ബോക്സിൽ വരാനുള്ളത്. ദെൻ ഇവിടെ 1258 കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത് സൂപ്പർ സെല്ലാണ്. അപ്പൊ ഇതിന് തൊട്ടടുത്ത് വരുന്ന നമ്പർ ഈ സൂപ്പർ സെല്ലിലെ നമ്പറിനേക്കാളും ചെറിയ നമ്പർ ആയിരിക്കണം. ഓക്കെ അല്ലേ? അപ്പൊ അങ്ങനത്തെ നമ്പേഴ്സ് വേണം നമുക്ക് സെലക്ട് ചെയ്യാൻ. അപ്പോൾ കൂട്ടുകാർക്ക് ഇഷ്ടമുള്ള നമ്പേഴ്സ് എഴുതാം, പക്ഷെ നമ്പേഴ്സ് എഴുതുമ്പോൾ സൂപ്പർ സെല്ലിനേക്കാളും വലുതാവാൻ പാടില്ല. ഓക്കെ അല്ലേ? അപ്പൊ ഞാൻ ഇവിടെ ഒരു നമ്പർ 5346നേക്കാളും വലിയൊരു നമ്പർ ഞാൻ തൊട്ടടുത്ത നമ്പർ ബോക്സിൽ എഴുതുകയാണ്. 5480 എന്ന് പറയുന്ന നമ്പർ ഞാൻ കൊടുത്തു. ദെൻ നെക്സ്റ്റ് കോളം നമ്മൾ ഫില്ല് ചെയ്യുമ്പോൾ രണ്ട് സൈഡും സൂപ്പർ സെല്ലാണ്. ഇവിടെയും സൂപ്പർ സെല്ലാണ്, ഇവിടെയും സൂപ്പർ സെല്ലാണ്. അപ്പോൾ ഈ രണ്ട് നമ്പേഴ്സിനേക്കാളും ചെറിയ നമ്പർ വേണം നമ്മൾ എഴുതാൻ. അതായത് 5480യേക്കാളും 1258നേക്കാളും ചെറിയ നമ്പർ ആയിരിക്കണം കൊടുക്കേണ്ടത്. അപ്പോൾ ഞാനിവിടെ 1210 എന്ന് പറയുന്ന ഒരു നമ്പർ കൊടുത്തു. അപ്പോൾ നോക്കാം, ഈ സൂപ്പർ സെല്ലിന്റെ രണ്ട് സൈഡും, അതായത് 5480യുടെ രണ്ട് സൈഡും ചെറിയ നമ്പേഴ്സ് ആണല്ലോ. ദെൻ അടുത്ത സൂപ്പർ സെല്ലാണ് 1258. ദെൻ ഇവിടെ 1210 കൊടുത്തു. ദെൻ ഇതിനേക്കാളും ചെറിയൊരു നമ്പർ വീണ്ടും നമുക്ക് ഇവിടെ ഏത് കൊടുക്കാം? 1100. ഓക്കെ അല്ലേ? ദെൻ അടുത്ത നമ്പർ നമുക്ക് ഇഷ്ടമുള്ള നമ്പർ കൊടുക്കുക. കാര്യം ഇവിടെ അടുത്തൊന്നും സൂപ്പർ സെല്ലൊന്നുമില്ല, ഇനി ഇവിടെ മാത്രമേ സൂപ്പർ സെല്ലുള്ളൂ. അപ്പൊ ഇവിടെ വരുന്ന നമ്പേഴ്സ് നമുക്ക് ഇഷ്ടമുള്ള നമ്പർ കൊടുക്കാം. 1000 എന്നോ 1000നേക്കാളും വലിയ നമ്പറോ എന്ത് നമ്പർ വേണേലും കൊടുക്കാം. ഞാനിവിടെ 1000 കൊടുത്തു. ദെൻ 2625 കൊടുത്തു. ദെൻ ഇവിടെ വരുന്നത് എന്താണ്? 9635. അപ്പൊ ഇതിനേക്കാളും വലിയ നമ്പർ ആയിരിക്കണം ഈ സൂപ്പർ സെല്ലിനകത്ത് വരാനുള്ളത്. അപ്പൊ നമുക്ക് ഏത് നമ്പർ കൊടുക്കാം? ഇതിനേക്കാളും വലിയ നമ്പർ 9789 എന്ന് കൊടുത്തൂടെ? കൂട്ടുകാർക്ക് ഇഷ്ടമുള്ള നമ്പർ കൊടുക്കാം, ബട്ട് ഇതിനേക്കാളും വലിയ നമ്പർ ആയിരിക്കണം സൂപ്പർ സെല്ലിനകത്ത് വരുന്നത്. അപ്പൊ നമ്മുടെ സൂപ്പർ സെൽസ് 3 സൂപ്പർ സെൽസും ചെക്ക് ചെയ്യുക. അതിന്റെ രണ്ട് സൈഡും വരുന്ന നമ്പേഴ്സ് സ്മോളസ്റ്റ് നമ്പർ ആണെന്ന്
നോക്കുക. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഫിൽ ദ ടേബിൾ ബിലോ സച്ച് ദാറ്റ് വി ഗെറ്റ് ആസ് മെനി സൂപ്പർ സെൽസ് ആസ് പോസിബിൾ. യൂസ് നമ്പേഴ്സ് ബിറ്റ്വീൻ 100 and 1000 വിത്തൗട്ട് റെപ്പറ്റീഷൻ. അതായത് ഇവിടെ കുറച്ച് ബോക്സ് തന്നിട്ടുണ്ട് അല്ലേ? ഈ ബോക്സിനകത്ത് നമുക്ക് മാക്സിമം നമ്പർ ഓഫ് സൂപ്പർ സെൽസ് കിട്ടുന്ന രീതിയിൽ വേണം നമ്മൾ നമ്പേഴ്സ് ഫിൽ ചെയ്യാൻ. ഏതൊക്കെ നമ്പേഴ്സ് ആണ്? 100-നും 1000-നും ഇടയിലുള്ള നമ്പേഴ്സ് ആണ് കൊടുക്കാനുള്ളത്. അപ്പൊ നമുക്ക് ഫസ്റ്റ് സെല്ല് നമുക്ക് സൂപ്പർ സെല്ലായിട്ട് എടുക്കാം. ഓക്കെ, അപ്പോൾ 888 എന്ന് പറയുന്ന ഒരു നമ്പർ ഞാൻ കൊടുത്തു. ഇത് സൂപ്പർ സെല്ല് ആവണമെങ്കിൽ തൊട്ടടുത്ത നമ്പർ എന്തായിരിക്കണം? ഇതിനേക്കാളും ചെറിയ നമ്പർ ആയിരിക്കണമല്ലോ. ഓക്കെ, അപ്പൊ ഞാൻ അവിടെ 265 എന്ന് പറയുന്ന നമ്പർ കൊടുത്തു. നെക്സ്റ്റ് സെൽ സൂപ്പർ സെൽ ആവണമെങ്കിൽ ഈ 265-നേക്കാളും വലിയ നമ്പർ ആയിരിക്കണം അല്ലെ? നോക്കാം. അപ്പൊ നമുക്ക് എന്ത് കൊടുക്കാം? 265-നേക്കാളും വലിയ നമ്പർ നമുക്ക് 345 എന്ന് കൊടുക്കാം. ഓക്കെ അല്ലേ? അപ്പോൾ ഈ 345 എന്ന് പറയുന്ന നമ്പർ സൂപ്പർ സെൽ ആവണമെങ്കിൽ രണ്ട് സൈഡും എന്തായിരിക്കണം? സ്മോൾ നമ്പർ ആയിരിക്കണം. അപ്പോൾ സ്മോൾ നമ്പർ ഏതാണ്? ഒരു സൈഡ് 265 ഉണ്ട്. ദെൻ നെക്സ്റ്റ് ബോക്സിനകത്ത് നമുക്ക് ഈ 345-നേക്കാളും ചെറിയ നമ്പർ കൊടുക്കണം. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് എന്ത് കൊടുക്കാം? 210 എന്ന് കൊടുക്കാം. ദെൻ നെക്സ്റ്റ് ബോക്സ് നമുക്ക് സൂപ്പർ സെൽ ആക്കണമെങ്കിൽ എന്ത് ചെയ്യും? 210-നേക്കാളും വലിയ നമ്പർ കൊടുക്കണം. ഓക്കെ അല്ലേ? അപ്പൊ ഞാൻ ഇവിടെ 485 എന്ന് കൊടുത്തു. ദെൻ ഈ 485 സൂപ്പർ സെൽ ആവണമെങ്കിൽ രണ്ട് സൈഡും എന്തായിരിക്കണം? സ്മോളസ്റ്റ് നമ്പർ ആയിരിക്കണം. അപ്പൊ ഇവിടെ ഒരു സൈഡ് 210 ആണ്. ദെൻ നെക്സ്റ്റ് സൈഡ് 329 എന്ന് കൊടുത്തു. ഓക്കെ, അപ്പോൾ ഈ 485 സൂപ്പർ സെൽ ആയല്ലോ. രണ്ട് സൈഡ് സ്മോളസ്റ്റ് നമ്പർ ആണ്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ബോക്സ് സൂപ്പർ സെൽ ആക്കണം. എങ്ങനെയാണ് സൂപ്പർ സെൽ ആക്കുന്നത്? ദെൻ ഈ 329-നേക്കാളും വലിയ നമ്പർ ആയിരിക്കണം. ഓക്കെ, ഞാൻ 568 കൊടുത്തു. ഇവിടെ നമ്പേഴ്സ് റിപ്പീറ്റ് ചെയ്ത് വരുന്നു എന്ന് കൂട്ടുകാർ ചെക്ക് ചെയ്തോളണം. അപ്പൊ ഞാൻ ഈ സൂപ്പർ സെല്ലാക്കാൻ 568 കൊടുത്തു. ദെൻ അടുത്തത് ഇത് സൂപ്പർ സെൽ ആവണമെങ്കിൽ തൊട്ടടുത്ത നമ്പർ ഈ 568-നേക്കാളും ചെറുതായിരിക്കണം. ഓക്കെ അല്ലേ? അപ്പൊ ചെറിയ നമ്പർ നമുക്ക് ഏത് എഴുതാം? ഇവിടെ 329 സ്മോൾ ആണ്. ദെൻ അതുപോലെ 568-നേക്കാളും ഒരു സ്മോളസ്റ്റ് നമ്പർ നമുക്ക് ഇവിടെ കൊടുക്കാം. എന്ത് കൊടുക്കാം? 425. ഓക്കെ, ദെൻ ഇനി ലാസ്റ്റ് കോളം നമുക്ക് സൂപ്പർ സെൽ ആക്കണമെങ്കിൽ എന്ത് ചെയ്യും? ഈ 525-നേക്കാളും വലിയൊരു നമ്പർ കൊടുക്കുക. ഞാനിവിടെ 650. ഓക്കെ, ഇവിടെ ഇപ്പോൾ എത്ര സൂപ്പർ സെൽസ് കിട്ടി? ഇവിടെ 1 2 3 4 5 സൂപ്പർ സെൽ കിട്ടി. ഓക്കെ അല്ലേ? അപ്പോൾ ഇവിടെ ഏതെങ്കിലും നമ്പേഴ്സ് റിപ്പീറ്റ് ചെയ്ത് വരുന്നു എന്ന് കൂട്ടുകാർ ചെക്ക് ചെയ്തോളണം. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഔട്ട് ഓഫ് ദി 9 നമ്പേഴ്സ് ഹൗ മെനി സൂപ്പർ സെൽസ് ആർ ദെയർ ഇൻ ദ ടേബിൾ എബോവ്? അതായത് ഇതിനകത്ത് ടോട്ടല് 9 ബോക്സസ് ഉണ്ട് അല്ലേ? 9 ബോക്സസ് നമ്മൾ എടുത്തപ്പോൾ നമുക്ക് അതിൽ 5 ബോക്സിലെ നമ്പേഴ്സ് സൂപ്പർ സെല്ലാക്കാൻ പറ്റി. ഓക്കെ, അപ്പോൾ 9 ബോക്സ് എടുത്തപ്പോൾ സൂപ്പർ സെൽ നമുക്ക് എന്ത് കിട്ടി? 5 ബോക്സിൽ സൂപ്പർ സെല്ല് കിട്ടി. ദെൻ അങ്ങനെയെങ്കിൽ ഇവിടെ നമുക്ക് എന്ത് കൊടുക്കാം? 5 സൂപ്പർ സെൽസ്. ദെൻ ഫിഫ്ത്ത് വൺ, ഫൈൻഡ് ഔട്ട് ഹൗ മെനി സൂപ്പർ സെൽസ് ആർ പോസിബിൾ ഫോർ ഡിഫറെന്റ് നമ്പർ ഓഫ് സെൽ. എങ്കിൽ ഡിഫറെന്റ് നമ്പർ ഓഫ് സെൽസിന് എത്ര സൂപ്പർ സെൽസ് ഉണ്ടാവും? അപ്പൊ ഞാൻ ഇവിടെ എന്ത് ചെയ്തു? 9 ബോക്സ് എടുത്തപ്പോൾ നമുക്ക് 5 സൂപ്പർ സെൽ. ഞാൻ ഈ ലാസ്റ്റത്തെ ഒരു ബോക്സ് അങ്ങ് കട്ട് ചെയ്തു. അപ്പോൾ 8 ബോക്സ് ആയല്ലോ. ഈ 8 ബോക്സിനകത്ത് എത്ര സൂപ്പർ സെല്ലാ ഉള്ളത്? 1 2 3 4 സൂപ്പർ സെൽസ്. ഓക്കെ, ദെൻ ഞാൻ 7 ബോക്സ് ആക്കി. അതായത് ലാസ്റ്റ് ഒരു നമ്പർ കൂടെ കട്ട് ചെയ്തു. അപ്പോൾ ടോട്ടൽ 5 ബോക്സ് ആണല്ലോ ഉള്ളത്. അപ്പൊ അതിനകത്ത് എത്ര സൂപ്പർ സെൽസ് ആണുള്ളത്? 1 2 3 4 അല്ലെ? 4 സൂപ്പർ സെൽസ് ആ കിട്ടിയത്. ദെൻ ഞാൻ 6 ബോക്സ് എടുക്കുകയാണ്. അതായത് ലാസ്റ്റ് 3 സെൽസ് ഞാൻ ഒഴിവാക്കി. 2 3 സൂപ്പർ സെൽസ്. ഓക്കെ, ദെൻ ഞാൻ 5 ബോക്സ് എടുക്കുകയാണ്. അതായത് ലാസ്റ്റ് 4 ബോക്സ് ഞാൻ ഒഴിവാക്കി. അപ്പോൾ ബാക്കി എത്രയുണ്ട്? 1 2 3 4 5 ബോക്സിനകത്ത് എത്ര സൂപ്പർ സെൽസ് ഉണ്ട്? 1 2 3 സൂപ്പർ സെൽസേ ഉള്ളൂ. 3 അവിടെയും 3 ആണ്. ദെൻ 4 ബോക്സ് എടുക്കുവാണ്. ലാസ്റ്റ് ഒരു നമ്പറൂടെ ഞാൻ മാറ്റി, ഈ ഒരു നമ്പറൂടെ മാറ്റി. ദെൻ 1 2 3 4 ബോക്സിനകത്ത് എത്ര സൂപ്പർ സെൽസ് ഉണ്ട്? 2 സൂപ്പർ സെൽസ്. ഓക്കെ അല്ലേ? അപ്പോൾ ഇനി ഡു യു നോട്ടീസ് എനി പാറ്റേൺ? വാട്ട് ഈസ് ദ മെത്തേഡ് ടു ഫിൽ ഗിവൺ ടേബിൾ ടു ഗെറ്റ് ദ മാക്സിമം നമ്പർ ഓഫ് സൂപ്പർ സെൽസ്? എക്സ്പ്ലോർ ആൻഡ് ഷെയർ യുവർ സ്ട്രാറ്റജി. അപ്പോൾ ഈ പാറ്റേണിൽ നിന്ന് നമുക്ക് എന്താ മനസ്സിലായത്? അതായത് 9 വന്നപ്പോൾ 5, 8 ബോക്സ് വന്നപ്പോൾ 4, 7 ബോക്സ് വന്നപ്പോഴും 4, 6 5 വന്നപ്പോൾ 3, 4 ബോക്സ് ആണെങ്കിൽ 2. അപ്പൊ നോക്കാം. അതായത് ഈവൻ നമ്പേഴ്സ് ആയ 4 6 8 എന്നിവ എടുത്തപ്പോൾ അതിൽ എത്ര സൂപ്പർ സെൽസ് ഉണ്ട്? ആ നമ്പറിന്റെ ഹാഫ് ആണ് കിട്ടിയത്. നമുക്ക് എന്ത് മനസ്സിലാക്കാം ഇതിൽ നിന്ന്? ഓക്കെ, ഇഫ് n ഈസ് ഈവൻ നമ്പർ ഓഫ് സൂപ്പർ സെൽസ് ഈസ് n/2. അതായത് ഫോർ എക്സാമ്പിൾ
നമുക്ക് 12 ബോക്സസ് ആണ് ഉള്ളതെങ്കിൽ 12 ബോക്സസ് ഉണ്ടെങ്കിൽ അതിൽ സൂപ്പർ സെൽസ് എന്ത് വരും, എത്ര വരുമെന്ന് കണ്ടുപിടിക്കാൻ ഈ 12നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് 6 എന്ന ആൻസർ കിട്ടും. അതായത് ഇവിടെ എന്നിന് പകരം ഏത് ഈവൻ നമ്പർ കൊടുത്താലും അതിന്റെ പകുതി എടുത്താൽ നമുക്ക് എന്ത് കിട്ടും, നമ്പർ ഓഫ് സൂപ്പർ സെൽസ് കിട്ടും. ദെൻ ഓഡ് നമ്പേഴ്സ് നോക്കാം. നമുക്ക് ഇവിടെ ഓഡ് നമ്പേഴ്സ് 9 വന്നപ്പോൾ ഇവിടെ ഓഡ് നമ്പർ 9 വന്നപ്പോൾ നമുക്ക് സൂപ്പർ സെൽസ് 5 കിട്ടി. ദെൻ 7 എടുത്തപ്പോൾ നമുക്ക് സൂപ്പർ സെൽ 4 ആണ് കിട്ടിയത്. ദെൻ 5 എടുത്തപ്പോൾ 3 വന്നു. അതെങ്ങനെയാണ് വന്നത് നമുക്ക് നോക്കാം. 5 സെൽസ് എടുത്തപ്പോൾ അതിൽ സൂപ്പർ സെൽസ് എന്ന് പറയുന്നത് 3. അതെങ്ങനെ കിട്ടി, നമുക്ക് 5നോടൊപ്പം 1 ആഡ് ചെയ്തു. ദെൻ അതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 5 + 1 6 ആണല്ലോ. 6/2 = 3. അങ്ങനെയാണ് നമുക്ക് ഇവിടെ എന്ത് വന്നത്, 3 എന്ന് കിട്ടിയത്. ദെൻ വേറൊരു നമ്പർ എടുക്കാം, 7. അപ്പോൾ 7 ബോക്സസ് ഉണ്ടെങ്കിൽ അതിൽ എത്ര സൂപ്പർ സെൽസ് കാണുമെന്ന് അറിയാൻ നമുക്ക് ഈ 7നോടൊപ്പം 1 ആഡ് ചെയ്യുക. ദെൻ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ 8/2 എന്ന് വരും. ദെൻ 4 സെൽസ് കാണും, 4 സൂപ്പർ സെൽസ്. അതാണല്ലോ നമുക്ക് ഇവിടെ കിട്ടിയ 4 സൂപ്പർ സെൽസ്. ദെൻ 9 എന്ന നമ്പർ എടുക്കാം. 9 സെൽസ് ഉള്ളതെങ്കിൽ അതിൽ എത്ര സൂപ്പർ സെൽസ് കാണുമെന്ന് അറിയാൻ നമ്മൾ എന്ത് ചെയ്യും, 9നോടൊപ്പം 1 ആഡ് ചെയ്യുക. ദെൻ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 9 + 1 10 ആണ്. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 5 എന്ന് കിട്ടും. അപ്പോൾ 9 ബോക്സിനകത്ത് നമുക്ക് 5 സൂപ്പർ സെൽസ് കാണും. അതാണല്ലോ നമുക്ക് എങ്ങനെ പറയാം, ഇഫ് n ഈസ് ഓഡ് number of super cells equal to n + 1/2. ഓക്കെ അല്ലേ. ഫോർ എക്സാമ്പിൾ നമുക്ക് എന്ത് പറയാം, എക്സാമ്പിൾ നമ്മൾ ഇവിടെ 7 എന്ന് പറയുന്ന നമ്പർ ഓഫ് ബോക്സസ് ഉണ്ടെങ്കിൽ എത്ര സൂപ്പർ സെൽസ് ഉണ്ടെന്ന് അറിയാൻ 7 + 1/2 ചെയ്താൽ മതിയാവും. അപ്പൊ നമുക്ക് എന്ത് വരും, 7 + 1 8 ആണ്. 8/2 എന്ന് പറയുന്നത് 4 സെൽസ് ഉണ്ടാവും. ഓക്കെ അല്ലേ. അപ്പോൾ n ഈസ് ഈവൻ number of super cells become n/2. If n is odd number of super cells become n + 1/2. Okay, then next question നോക്കാം. Can you fill a super cell table without repeating numbers such that there are no super cells y or y not? അതായത് സൂപ്പർ സെൽസ് ഒന്നും വരാതെ നമുക്ക് ഇതുപോലെ ബോക്സസ് എഴുതാൻ പറ്റും. നമ്മൾ ഏതൊക്കെ നമ്പേഴ്സ് എഴുതിയാലും സൂപ്പർ സെൽസ് വരാതെ ബോക്സ് എഴുതാൻ പറ്റുമോ എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്ക് എന്ത് പറയാം, ഇവിടെ നമുക്ക് സൂപ്പർ സെൽസ് വരാതെ നമ്പേഴ്സ് എഴുതാൻ പറ്റുമോ? ഇല്ല. ഞാനിവിടെ 5 6 7 8 9 10 എന്ന് പറയുന്ന നമ്പർ എടുത്തു. ഓക്കെ, 5 7 9 8 10 ഇങ്ങനെ ഞാൻ 5 നമ്പേഴ്സ് എടുത്തു. ഇതില് സൂപ്പർ സെൽസ് ഉണ്ടോ? ഇതിൽ ഞാനൊരു ബോക്സ് ആക്കി. ദെൻ ഇതില് സൂപ്പർ സെൽസ് ഉണ്ടോ? ഏറ്റവും വലിയ നമ്പർ എന്ന് പറയുന്നത് 10 ആണ്. 10ന് തൊട്ടടുത്ത് വരുന്ന നമ്പർ 8. അപ്പൊ നമുക്ക് എങ്ങനെയൊക്കെ നമ്പേഴ്സ് എഴുതിയാലും സ്മോളസ്റ്റ് ലാർജസ്റ്റ് അങ്ങനെ നമുക്ക് ഓൾട്ടർനേറ്റ് ചെയ്ത് എഴുതിയാലും നമുക്ക് സൂപ്പർ സെൽസ് വരാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമുക്ക് എന്ത് പറയാം, നോ എന്ന് പറയാം. ഓക്കെ, ദെൻ 6th one, will the cell having the largest number in a table always be a super cell? Can the cell having the smallest number in a table be a super cells? Why or why not? Largest നമ്പറിനെ നമുക്ക് സൂപ്പർ സെൽ ആയിട്ട് എഴുതണം. ദെൻ സ്മോളസ്റ്റ് നമ്പർ ഇൻ എ ടേബിൾ ബി എ സൂപ്പർ സെൽ. സ്മോളസ്റ്റ് നമ്പറിനെയും സൂപ്പർ സെല്ലായിട്ട് എഴുതാൻ പറ്റുമോ എന്നാണ് ക്വസ്റ്റ്യൻ. ലാർജസ്റ്റ് നമ്പറും സൂപ്പർ സെല്ലായിരിക്കണം, സ്മോളസ്റ്റ് നമ്പറും സൂപ്പർ സെല്ലായിരിക്കണം. അപ്പൊ ഞാൻ ഇവിടെ കുറച്ച് നമ്പേഴ്സ് എടുത്തു 10 11 12 30 40 50. അപ്പോൾ ഞാൻ ഇതിന്റെ ബോക്സിനകത്താക്കി. Will the cell having the largest number in the table always be a super cell? അതായത് ലാർജസ്റ്റ് നമ്പർ എന്ന് പറയുന്നത് 15 ആണല്ലോ. 15 സൂപ്പർ സെൽ ആണോ? അതെ. അപ്പൊ നമുക്ക് എന്താ പറയാം, യെസ്. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ നമുക്ക് എന്ത് കൊടുക്കാം, യെസ് എന്ന് കൊടുക്കാം. യെസ്, ദ സെൽ ഹാവിംഗ് ദ ലാർജസ്റ്റ് നമ്പർ ഇൻ എ ടേബിൾ ഓൾവേസ് ബി എ സൂപ്പർ സെൽ. അത് ഓക്കെയാണ്. The next question, can the cell having the smallest number in a table be a super cell? Smallest number ഏതാ? 10. 10 എന്ന് പറയുന്നത് സൂപ്പർ സെല്ലാണോ? അല്ല. സൂപ്പർ സെല്ലിന് അടുത്ത് വരുന്നത് ഏതാ? 11. 10നേക്കാളും വലിയ നമ്പർ. അപ്പൊ ഈ സ്മോളസ്റ്റ് നമ്പർ ആയ 10 എന്ന് പറയുന്നത് എന്തല്ല, സൂപ്പർ സെൽ അല്ല. അപ്പൊ നമുക്ക് ഈ സെക്കൻഡ് ക്വസ്റ്റ്യൻ ആൻസർ എന്ത് കൊടുക്കാം, നോ എന്ന് കൊടുക്കാം. എന്താണ് സ്മോളസ്റ്റ് നമ്പർ? എന്താണ് smallest number can never be a super cell because it is always smaller than neighboring cell. അല്ലേ? നമുക്ക് എന്താ പറയാം, ഈ സ്മോളസ്റ്റ് നമ്പർ എപ്പോഴും എന്തായിരിക്കും, നൈബറിംഗ് സെല്ലിനേക്കാളും ചെറുതായിരിക്കും. അല്ലെ, വലുതായി വന്നാലല്ലേ നമുക്ക് സൂപ്പർ സെൽ എന്ന് പറയാൻ പറ്റൂ. അപ്പൊ നമുക്ക് ഞാൻ ഒന്നുകൂടെ പറയാം. എന്ത് പറയും നമ്മൾ, നോ, സ്മോളസ്റ്റ് നമ്പർ ക്യാൻ നെവർ ബി സൂപ്പർ സെൽ ബിക്കോസ് ഇറ്റ് ഈസ് ഓൾവേസ് സ്മോളർ ദാൻ നൈബറിംഗ് സെൽ. ഓക്കെ അല്ലേ? ദെൻ 8th question, fill a table such that the cell having the second largest number is not a super cell. അതായത് നമ്മളൊരു ടേബിൾ ഇവിടെ കംപ്ലീറ്റ് ചെയ്യണം. എങ്ങനെയാണ്, ആ എഴുതുന്ന നമ്പേഴ്സിൽ സെക്കൻഡ് ലാർജസ്റ്റ് നമ്പർ സൂപ്പർ സെൽ ആവാത്ത രീതിയിൽ എഴുതണം.
അപ്പോൾ ഞാനിവിടെ ടേബിൾ വരയ്ക്കാം. 5 നമ്പേഴ്സ് നമുക്ക് എടുക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ ഇതിനകത്ത് നമ്പേഴ്സ് എഴുതുവാണ്. 16, 17, 18, 19, 20. കൂട്ടുകാർക്ക് ഇഷ്ടമുള്ള നമ്പർ എടുക്കാം. പക്ഷേ നമ്മൾ എഴുതുമ്പോൾ ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ള കാര്യം സാറ്റിസ്ഫൈ ചെയ്യുന്നു എന്ന് ചെക്ക് ചെയ്യുക. ഈ ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞിട്ടുള്ളത്? ഫിൽ ദ ടേബിൾ സച്ച് ദാറ്റ് ദ സെൽ ഹാവിംഗ് ദ സെക്കൻഡ് ലാർജസ്റ്റ് നമ്പർ നോട്ട് എ സൂപ്പർ സെൽ. അതായത് സെക്കൻഡ് നമ്മൾ എഴുതിയ നമ്പേഴ്സിൽ സെക്കൻഡ് ലാർജസ്റ്റ് നമ്പർ ഏതാ? 19 ആണല്ലോ സെക്കൻഡ് ലാർജസ്റ്റ്. ഇത് സൂപ്പർ സെൽ ആണോ? 19ന്റെ രണ്ട് സൈഡും വരുന്ന നമ്പർ എന്താണ്? ഒന്ന് 19നെക്കാളും വലുതാണ് 20, ഒന്ന് 18. രണ്ടും വലുതായാലും നമുക്ക് സൂപ്പർ സെൽ ആവാൻ പറ്റുള്ളൂ അല്ലേ? അപ്പൊ 19 എന്തല്ല? സൂപ്പർ സെൽ അല്ല. സെക്കൻഡ് ലാർജസ്റ്റ് നമ്പർ സൂപ്പർ സെൽ ആവാത്ത രീതിയിൽ എഴുതാനാ പറഞ്ഞത്. ഓക്കെ അല്ലേ? The next question നോക്കാം. Fill a table such that the cell having the second largest number is not a super cell but the second smallest number is a super cell. It is possible. അതായത് എന്താണ്? സെക്കൻഡ് ലാർജസ്റ്റ് നമ്പർ ഇവിടെ സൂപ്പർ സെല്ല് ആവാൻ പാടില്ല. അത് നമ്മളിപ്പോൾ ഇവിടെ ചെയ്തപ്പോൾ സെക്കൻഡ് ലാർജസ്റ്റ് സൂപ്പർ സെല്ല് ആയില്ലല്ലോ നമ്മൾ പ്രീവിയസ് ചെയ്ത ക്വസ്റ്റ്യൻ. ദെൻ സെക്കൻഡ് സ്മോളസ്റ്റ് നമ്പർ ഏതാ? സെക്കൻഡ് സ്മോളസ്റ്റ് നമുക്ക് സൂപ്പർ സെല്ല് ആക്കണമെങ്കിൽ സെക്കൻഡ് സ്മോളസ്റ്റ് 17 ആണല്ലോ. 17 സൂപ്പർ സെല്ല് ആക്കണമെങ്കിൽ നമുക്ക് ഈ 17ഉം 6ഉം 16ഉം ഓൾട്ടർനേറ്റ് ആയിട്ട് എഴുതിയാൽ പോരെ. അതായത് 17 ഫസ്റ്റും കൊടുത്തു, 16 സെക്കൻഡും കൊടുത്തു, ദെൻ 18, 19, 20. ഇങ്ങനെയാണ് നമ്മൾ ബോക്സ് വരയ്ക്കുന്നതെങ്കിൽ കണ്ടോ, സെക്കൻഡ് ലാർജസ്റ്റ് നമ്പർ എന്ന് പറയുന്നത് 19 ആണ്. ഈ 19 എന്തായില്ല? സൂപ്പർ സെൽ ആയില്ല. അതാണ് നമ്മൾ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ള സെക്കൻഡ് ലാർജസ്റ്റ് നമ്പർ ഈസ് നോട്ട് എ സൂപ്പർ സെൽ. അപ്പൊ ഇവിടെ സൂപ്പർ സെൽ ആണോ 19? അല്ല. അപ്പോൾ നമ്മൾ ഓക്കെ ആയിട്ട് ചെയ്തു. ദെൻ സെക്കൻഡ് പാർട്ട് എന്താ പറഞ്ഞിട്ടുള്ളത്? ബട്ട് ദ സെക്കൻഡ് സ്മോളസ്റ്റ് നമ്പർ ഈസ് സൂപ്പർ സെൽ. അപ്പൊ നമുക്ക് എന്താണ്? സെക്കൻഡ് സ്മോളസ്റ്റ് എന്ന് പറയുന്നത് 17 ആണ്. 17 സൂപ്പർ സെൽ ആയോ? 17ന്റെ തൊട്ടടുത്ത് വരുന്ന നമ്പർ 16 ആണ്. അപ്പോൾ 16നെക്കാളും വലുതല്ലേ 17? അപ്പോൾ അതെന്തായി? സൂപ്പർ സെല്ലായി. സെക്കൻഡ് ലാർജസ്റ്റ് സൂപ്പർ സെൽ ആവാനും പാടില്ല, സെക്കൻഡ് സ്മോളസ്റ്റ് സൂപ്പർ സെൽ ആവാനും വേണം. ആ രീതിയിലാണ് നമ്മൾ ഈ ക്വസ്റ്റ്യന് ആൻസർ ചെയ്തത്. ഓക്കെ അല്ലേ? അപ്പോൾ ഇവിടെ ഈസ് ഇറ്റ് പോസിബിൾ എന്ന് ചോദിച്ചാൽ നമുക്ക് എന്ത് പറയാം? യെസ്, ഇറ്റ് ഈസ് പോസിബിൾ അല്ലേ? അപ്പോൾ ഇവിടെ നമ്പേഴ്സ് കൂട്ടുകാർക്ക് ഏത് നമ്പേഴ്സ് വേണമെങ്കിലും എടുക്കാം. പക്ഷേ ബോക്സിനകത്ത് ഫില്ല് ചെയ്യുമ്പോൾ സൂപ്പർ സെൽസ് വരുന്ന രീതിയിൽ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ വേണം നമ്പേഴ്സ് ഫില്ല് ചെയ്യാൻ. ഓക്കെ അല്ലേ? അപ്പോൾ ബാക്കി ക്ലാസ്സസുമായി നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. അതുവരെ താങ്ക് യു.